ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെറോദയിൽ എങ്ങനെ സ്റ്റോക്ക് വാങ്ങാമെന്നും അതേപോലെ സ്റ്റോക്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ സ്റ്റോക്ക് എങ്ങനെ സെല്ല് ചെയ്യാമെന്നതും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ വാച്ച് ലിസ്റ്റിൽ എങ്ങനെ സ്റ്റോക്ക് ആഡ് ചെയ്യാമെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആപ്പിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിമാറ്റ് അക്കൗണ്ടിൽ ബൈയും സെല്ലും ചെയ്യുന്ന അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി. അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ അപ്ഷോസിൻ്റെ വേണമെങ്കിൽ ചെയ്യാം, അതേപോലെ ഫയേഴ്സിൻ്റെ ചെയ്യാം, അതേപോലെ ഗ്രോൻ്റെ വേണമെങ്കിൽ ഗ്രോൻ്റെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആർക്കാണ് എന്തിൻ്റെയാണ് വേണ്ടത് ആവശ്യമുള്ള ഏത് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യും ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വാച്ച് ലിസ്റ്റിൽ എങ്ങനെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്ന ആദ്യം നോക്കാം. ഓക്കെ, വാച്ച് ലിസ്റ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഏത് സ്റ്റോക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ സ്റ്റോക്ക് കൂടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ SBI എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, SBI ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ SBI ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ NSE BSE കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് NSEയുടെ കാര്യം ആഡ് ചെയ്തിട്ട് ഓക്കെ ഇവിടെ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് വാച്ച് ലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാച്ച് ലിസ്റ്റിൽ എങ്ങനെ ആഡ് ചെയ്യണം, ആദ്യം നമുക്ക് സ്റ്റോക്കിൻ്റെ നെയിം ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ HDFC കൊടുക്കാം. ഓക്കെ, HDFC ബാങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്ലസ് ഐക്കൺ കാണാം. ജസ്റ്റ് ആ പ്ലസ് ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടിക്ക് വരും. ആ ടിക്ക് വന്നാൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചാൽ നമ്മൾ വാച്ച് ലിസ്റ്റിലോട്ട് എന്ത് ചെയ്യും, സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റോക്ക് കൂടെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നല്ല സ്റ്റോക്ക് ബൈ ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഈ സ്റ്റോക്ക് ഒന്ന് ഇതാക്കിയിട്ട് അതായത് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ചില നമ്മൾ വാച്ച് ലിസ്റ്റ് ചെയ്തിട്ടില്ല സ്റ്റോക്കിൽ ഒന്ന് ടാപ്പ് ചെയ്യാം. ഓക്കെ, ആ ടാപ്പ് ചെയ്യുമ്പോൾ ബൈ സെൽ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബൈ എന്ന് കൊടുക്കുക. ഈ ബൈ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഓക്കെ, ഈ ഇൻ്റർഫേസ് വരുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ, ആദ്യം വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇപ്പം ഒരു 100 ക്വാണ്ടിറ്റി ആണെങ്കിൽ 100 ക്വാണ്ടിറ്റി എന്ന് കൊടുക്കാം. അപ്പോൾ അതുപോലെ ഇനിയിപ്പം എത്ര പ്രൈസിനാണ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ജസ്റ്റ് 900 രൂപക്കാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ലോങ് ടൈം ആണ് ഇൻട്രാഡേ ആയിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രാഡേ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് രാവിലെ 9:15 നിങ്ങൾ വാങ്ങിയാൽ അത് വൈകുന്നേരം ഒരു 3:15 മുമ്പായിട്ട് കൊടുക്കണം. ഓക്കെ, അങ്ങനെ കറർ ചെയ്തിട്ട് വാങ്ങുന്നതാണ് ഇൻട്രാഡേ. ഓക്കെ, പിന്നെ ലോങ് ടൈം എന്ന് വെച്ചാൽ ഏകദേശം നിങ്ങൾക്ക് കുറച്ച് വെക്കാം. ഓക്കെ, നിങ്ങൾ പ്രോഫിറ്റ് ആണ് നിങ്ങൾക്ക് വെക്കാം. അതിന് ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, ആ ലെവലിലാണ് ലോങ് ടൈം വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻട്രാഡേ വെച്ചാൽ ഇന്ന് രാവിലെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതായത് 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന് മുമ്പിൽ വിൽക്കും എന്ന് പറഞ്ഞാലാണ് ഇൻട്രാഡേയിൽ നിങ്ങൾ വാങ്ങുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്, ലിമിറ്റോടെ ബൈൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് സ്വൈപ്പ് ബൈ എന്ന് കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഈ ഓർഡർ കാര്യങ്ങളാവുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്വൈപ്പ് ബൈ എന്ന് കൊടുത്താൽ ജസ്റ്റ് ഓർഡർ ആയിട്ട് അവിടെ ഷെഡ്യൂളായി. ഓക്കെ, മാർക്കറ്റ് പിന്നെ ആ പ്രൈസിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് അവിടുന്ന് വാങ്ങുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓർഡർ ആയിട്ട് ഇവിടെ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ജസ്റ്റ് അപ്പോൾ ക്യാൻസൽ ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റിൽ ഈ ഓർഡർ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ അടിച്ച പ്രൈസ് റേഞ്ച് തെറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പൈസ ഇല്ലെങ്കിൽ ഇത് കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ പ്രൈസ് റേഞ്ച് തെറ്റി കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്തിട്ട് മോഡിഫൈ, അതായത് നമ്മൾ ഓർഡറിൽ ഇവിടെ താഴത്തെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റ് ഓർഡേഴ്സ് പോർട്ട്ഫോളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുക, ഓർഡേഴ്സ് എന്ന് എടുക്കുക. ഓക്കെ, ഓർഡേഴ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്പൺ എന്നുള്ളതിൽ HDFC ബാങ്ക് എന്നായിട്ട് കാണാം. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ എന്ന് കൊടുത്തിട്ട് നിങ്ങൾക്ക് പ്രൈസ് ആണെങ്കിൽ പ്രൈസ് മാറ്റി കൊടുക്കാം. ഓക്കെ, പ്രൈസ് മാറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇത് മോഡിഫൈ എന്ന് കൊടുത്താൽ എന്ത് ചെയ്ത് അത് മോഡിഫൈ ആയിട്ട് ഇവിടെ വരും. ഓക്കെ, ആ ലെവലിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഓർഡർ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഇവിടെ ക്യാൻസൽ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ എസ് എന്ന് കൊടുത്താൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്യുന്ന നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ക്യാൻസൽഡ് എന്ന് കാണിച്ച് ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നില്ലേ ക്യാൻസൽഡ് എന്ന്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക എൻട്രി കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു സ്റ്റോക്ക് പോയി എടുക്കുമ്പോൾ അതായത് ഒരു സ്റ്റോക്ക് ഇപ്പോൾ HDFC ബാങ്ക് ആണെങ്കിലും SBI ബാങ്ക് ആണ്, നിങ്ങൾ ഡയറക്റ്റ് പോയിട്ട് അറിയാതെ പോയിട്ട് എടുക്കരുത്. അതായത് എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയിട്ട് വലിയ വലിയ കേട്ട കമ്പനിയാന്ന് വിചാരിച്ചിട്ട് പോയിട്ട് എടുക്കരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചാർട്ട് കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക ട്രേഡും കാര്യങ്ങളും എടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വെച്ചാൽ ഇനിയിപ്പോൾ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതേപോലെ ടെലഗ്രാമിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്. ഓക്കെ,
നമ്മളെ വീഡിയോയുടെ താഴത്ത് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, ഡൗട്ടും കാര്യങ്ങളൊക്കെ ഇത് ക്ലിയർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.